ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തിരൻസ്. കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് വന്നിരിക്കുന്നത് 60s by 60s ആയിട്ടുള്ള കലങ്കാരിയാണ് കേട്ടോ. പ്രൈസ് 149, 149 രൂപ പെർ മീറ്റർ ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. കലങ്കാരിയൊക്കെ എപ്പോഴും എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണല്ലോ. ഓരോ ഡിസൈനും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗണിന്റെ ഡാർക്ക് ടോണിലാണ്. കലങ്കാരി എപ്പോഴും ഒരു എന്താ പറയുന്ന ഈ ജാലി ടൈപ്പിലുള്ള ഒരു പ്രിന്റിലാണല്ലോ വരുന്നത്. ഇതിന്റെ ഫാബ്രിക് ഒരു 60s by 60s ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പരിപരുത്ത കോട്ടൺ ആണ് കലങ്കാരി എങ്കിലും 60s വരുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് 30s ചെയ്തിട്ടുണ്ടായിരുന്നു, 40s ചെയ്തിട്ടുണ്ടായിരുന്നു. 60s ആകുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. കുറച്ചും കൂടെ എന്താ പറയാ വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ. അപ്പൊ നമുക്ക് ഈ സെറ്റ് ചെയ്യുന്ന വെതറിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. ഞാൻ ഡിസൈൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ശരിക്കും ഒരു കാപ്പിപ്പൊടിയുടെ കളർ എന്ന് പറയുന്ന ഒരു കളറിലേക്ക് ബ്ലൂവും, അതായത് പീക്കോക്ക് ബ്ലൂവും പിന്നെ ഒരു പീച്ച് കളറും ഒക്കെയാണ് പ്രിന്റ് വരുന്നത്. ഒരു ക്രീം കളറിലുള്ള പ്രിന്റ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. അടുത്തതായിട്ട് വരുന്നതും ജാലി ടൈപ്പിലുള്ള പ്രിന്റ് തന്നെയാണ്. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്തും ആ ഒരു പീച്ചും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആണ്. എല്ലാം തന്നെ ഒരു ജാലി പോലത്തെ പ്രിന്റുകളാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 149 റുപ്പീസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരില്ലേ, ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ. കാപ്പിപ്പൊടിയുടെ ആ ഒരു കളറിലേക്കല്ല വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു ജാലി പോലത്തെ ഒരു പ്രിന്റ് തന്നെയാണ്. ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. മസ്റ്റാർഡ് യെല്ലോയും ബ്ലൂവും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കളറ്, ഈ ഒരു ഫാബ്രിക്കിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ എപ്പോഴും കലങ്കാരി കാണുന്ന ഒരു റെഡും യെല്ലോയും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് പേസ്ലി പ്രിന്റ് പോകുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് എപ്പോഴും കാണുന്ന ഒരു കലങ്കാരിയുടെ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. വളരെ കംഫർട്ട് ആയിട്ട് വെതറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ബ്ലൂവും കൂടി ആയിട്ടുള്ള കളറിലാണ്. ചിക്കു കളറിനകത്തേക്ക് അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ഇത് പോയിട്ടുള്ളത്. നമുക്കൊന്ന് വെച്ച് നോക്കാം. 60s by 60s ആയിട്ടുള്ള കലങ്കാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു റെഡിന്റെയും ബ്ലൂവിന്റെയും യെല്ലോയിന്റെയും കോമ്പിനേഷനിലാണ്. കലങ്കാരിയാണ്, 60s ആണ് കേട്ടോ ഫാബ്രിക്. ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. എല്ലാം ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇതിന്റെ ഡിസൈൻ മനസ്സിലാകും. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കളറൊക്കെ വരുന്നത്. നമുക്ക് കലങ്കാരിയൊക്കെ ഇറങ്ങിയ സമയത്ത് അധികം തന്നെ ഒരു റെഡ് കളറിലായിരുന്നു ഇതിന്റെയൊക്കെ പ്രിന്റ് വരാറുള്ളത്. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ടോണിലാണ്. ഗ്രേയുടെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോൺ പോകുന്നുണ്ട്, ബ്ലൂ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ക്രീമിഷ് ആയിട്ടുള്ള കളർ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. നമ്മൾ വെയർ ചെയ്യുമ്പോൾ എല്ലാ ഫാബ്രിക്കിനും അകവും പുറവും ഉള്ളത് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അകംഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വരുന്നത് ഒരു ആദ്യം കണ്ടതുപോലെ ഒരു കോഫി പൗഡറിന്റെ ഒക്കെ ഒരു കളറിലുള്ള ഒരു ബ്ലാക്ക് അല്ല എങ്കിലും അങ്ങനത്തെ ഒരു കളറിലേക്കാണ് ഇത് പോകുന്നത്. ഇന്ന് വെച്ച് കാണിച്ചു തരാം. യെല്ലോയും ബ്ലൂവും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറിലാണ്. യെല്ലോയും ബ്ലൂ ഒക്കെ തന്നെയാണ് ഇതിന്റെയും കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ് കേട്ടോ ഫാബ്രിക്കിന്. 60s ആണ് കേട്ടോ, 60s by 60s ആണ്. നെക്സ്റ്റ് വൺ കാണുന്നത് നമ്മൾ റെയർ ആയിട്ട് കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഒരു കോഫി ബ്രൗണിന്റെ കളറിനകത്തേക്ക് തന്നെ, കോഫി ബ്രൗൺ അല്ല, ബ്ലാക്കും അല്ല കോഫി ബ്രൗണും അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു കളറിൽ തന്നെ ബ്ലൂവും പീച്ചിന്റെ ഒരു ഡാർക്ക് ടോൺ പോലത്തെ ഒരു കളറിലാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഡിസൈൻ അല്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈനും കളർ കോമ്പിനേഷനും എല്ലാം തന്നെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ബ്ലാക്കും ബ്ലൂവും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. പേസ്ലി പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. എല്ലാം തന്നെ ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത്. പേസ്ലി പ്രിന്റ് ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡിനകത്തേക്ക് യെല്ലോയും ബ്ലൂവും കൂടെ വന്നിട്ടുള്ള ഒരു കളർ പോലത്തെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് പ്യുവർ കലങ്കാരി കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഒരു ടേബിളിനകത്ത് 10 മീറ്ററിന്റെ
കട്ടിങ്ങിലാണ് അവരത് ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്യാമ്പ്രിക് പോലെയല്ല, ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ 10 മീറ്ററിന്റെ ഉള്ളിലുള്ള കട്ടായിരിക്കും. ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും ഓരോ ഡിസൈനിനകത്ത് തന്നെ. ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 7 അല്ലെങ്കിൽ 8 അങ്ങനെ ആയിട്ടാണ് ഈ ഫാബ്രിക് 60s വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. റെഡ് തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം കണ്ട റെഡ് അല്ല, കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു കളറിലേക്ക് പോയ പോലത്തെ ഒരു റെഡാണ്. ഇത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ്, ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ആയിട്ടുള്ള പോലത്തെ ഒരു പ്രിന്റ് തന്നെയാണ്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളതും ബ്രൗണും ബ്ലൂവും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. നമ്മൾ കണ്ടതിൽ അധികം തന്നെ ജാലി പാറ്റേണിലുള്ള പ്രിന്റ് ആയിരുന്നു. പ്യുവർ കലങ്കാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്. നമുക്കിപ്പോൾ ഈ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 149 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.